മതി. നീ പ്രിയങ്കമോളെ വിളിച്ചിരുന്നോ? ദേവനാരായണൻ തിരുമേനി വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത്. പക്ഷേ അത്രയും നല്ലവനായൊരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെ മുമ്പിൽ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നില്ലേ? ആ നേരത്ത് അദ്ദേഹം അപമാനിക്കപ്പെട്ട ആ നിമിഷമുണ്ടല്ലോ, അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. മോനെ, വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ എന്തോ ചില പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നീ പറയുന്ന കാര്യം സത്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെക്കുറിച്ച് എൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. ആളുകളോട് നീ ഇടപെടുന്ന രീതി, മുതിർന്നവരോട് നീ കാണിക്കുന്ന ബഹുമാനം, ബന്ധങ്ങൾക്ക് നീ കൊടുക്കുന്ന പ്രാധാന്യം, ഇതിലൊക്കെ നിന്റെ പേരിൽ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. ഞങ്ങളാരും അറിയാതെ പ്രിയങ്കമോളോട് നീ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. നിന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോട്ടെ, സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ, തിരുത്താനല്ലേ പറ്റൂ. തിരുത്തണം. നീ പോയി പ്രിയങ്കമോളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. അത് പറ്റില്ല അച്ഛാ. എങ്കിൽ പിന്നെ നീ എനിക്കിവിടെ കാവലിരിക്കണമെന്നില്ല. അസുഖം മാറി എനിക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു വരണമെന്നുമില്ല. ഞാനിവിടെ കിടന്ന് അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചോട്ടെ. എന്താ ഈ പറയുന്നേ? അതേ പത്മിനി, എന്റെ അന്തസ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ബോധവാനായിരിക്കും. അതുപോലെ തന്നെയാ എനിക്ക് ചുറ്റുമുള്ളവരുടെ അന്തസ്സിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യവും.